നമസ്കാരം. ഞാൻ ഡോക്ടർ ലോറി പെറ്റിറ്റോ. കോണ്ടം ഉപയോഗിക്കേണ്ട ശരിയായ രീതിയെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കോണ്ടം കൃത്യമായ ഫലം നൽകണമെങ്കിൽ അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കണം. നിങ്ങളുടെ ലിംഗം പൂർണ്ണമായി ഉദ്ധരിച്ചു നിൽക്കുമ്പോൾ പങ്കാളിയുടെ വായയിലോ ജനനേന്ദ്രിയ ഭാഗത്തോ സ്പർശിക്കുന്നതിനു മുൻപു തന്നെ കോണ്ടം ധരിക്കുക. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയം മുഴുവൻ നിങ്ങളിത് ധരിച്ചിരിക്കണം. ചർമ്മങ്ങൾ തമ്മിലുള്ള സമ്പർക്കം വഴി പകരുന്ന ലൈംഗിക രോഗങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ ഇത് സഹായിക്കും. കൂടാതെ സ്ഖലനത്തിനു മുൻപുള്ള ദ്രവവുമായുള്ള സമ്പർക്കവും ഇത് തടയുന്നു. ഈ ദ്രവത്തിൽ രോഗാണുക്കളോ ഗർഭധാരണത്തിന് കാരണമാകുന്ന ബീജങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കോണ്ടങ്ങൾ ദീർഘകാലം കേടുകൂടാതെ ഇരിക്കുമെങ്കിലും റാപ്പറിലോ ബോക്സിലോ അച്ചടിച്ചിരിക്കുന്ന കാലാവധി തീയതി എപ്പോഴും പരിശോധിക്കേണ്ടതാണ്. കോണ്ടത്തിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെ പാക്കറ്റ് തുറക്കുക. ഇതിനായി ഒരിക്കലും പല്ലുകളോ കത്രികയോ ഉപയോഗിക്കരുത്. കോണ്ടം ശരിയായ ദിശയിലേക്കാണോ ഉരുട്ടാൻ തയ്യാറായിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അതിന്റെ റിം ഭാഗം പുറത്തേക്ക് വന്നിരിക്കണം, അതായത് ചെറിയൊരു തൊപ്പി പോലെ കാണപ്പെടണം. ഇങ്ങനെയാണെങ്കിൽ അത് എളുപ്പത്തിൽ താഴേക്ക് ഉരുട്ടാനാകും. ധരിക്കുന്നതിനു മുൻപായി ശരിയായ വശമാണോ എന്ന് ഉറപ്പാക്കാൻ നിങ്ങൾക്കത് ചെറുതായി ഒന്ന് ഉരുട്ടി നോക്കാവുന്നതാണ്. നിങ്ങൾ അബദ്ധത്തിൽ തെറ്റായ വശമാണ് വെച്ചതെങ്കിൽ ഒരിക്കലും അത് തിരിച്ചുമറിച്ച് വീണ്ടും ഉപയോഗിക്കരുത്. പകരം പുതിയ ഒരെണ്ണം എടുക്കുക. തുടർന്ന് കോണ്ടത്തിന്റെ അറ്റത്തുള്ള ചെറിയ ഭാഗം വിരലുകൾ കൊണ്ട് അമർത്തിപ്പിടിച്ച് ലിംഗത്തിന്റെ തലപ്പത്ത് വയ്ക്കുക. സ്ഖലനം സംഭവിക്കുമ്പോൾ ശുക്ലം ശേഖരിക്കപ്പെടാൻ വേണ്ടി മുകൾ ഭാഗത്ത് അല്പം സ്ഥലം ഒഴിച്ചിടുക. നിങ്ങൾക്ക് മുൻതൊലിയുണ്ടെങ്കിൽ ലിംഗത്തിന്റെ തലപ്പത്ത് കോണ്ടം വെച്ച് താഴേക്ക് ഉരുട്ടുന്നതിനു മുൻപായി ആ തൊലി പിന്നിലേക്ക് വലിച്ചു പിടിക്കുന്നത് കൂടുതൽ സുഖകരമായിരിക്കും. ലിംഗത്തിന്റെ തണ്ടിലൂടെ കോണ്ടം സാവധാനം ഉരുട്ടി അതിന്റെ അടിഭാഗം വരെ എത്തിക്കുക. ലിംഗത്തിൽ കോണ്ടം ധരിച്ചതിനു ശേഷം നിങ്ങൾക്കതിനു പുറത്ത് കൂടുതൽ ലൂബ്രിക്കന്റ് ചേർക്കാവുന്നതാണ്. ലാറ്റക്സ് കോണ്ടങ്ങൾ ഉപയോഗിക്കുമ്പോൾ പെട്രോളിയം ജെല്ലി, വാസലിൻ, ബോഡി ലോഷൻ, ബേബി ഓയിൽ, വെണ്ണ, പാചക എണ്ണകൾ തുടങ്ങിയ എണ്ണമയമുള്ള യാതൊരു വസ്തുക്കളും ഉപയോഗിക്കരുത്. എണ്ണമയം ലാറ്റക്സ് കോണ്ടങ്ങൾക്ക് കേടുവരുത്തുകയും അവ പൊട്ടിപ്പോകാൻ കാരണമാവുകയും ചെയ്യും. ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. സ്ഖലനം നടന്നതിനു ശേഷം കോണ്ടത്തിന്റെ അടിഭാഗത്തെ റിം മുറുകെ പിടിച്ചുകൊണ്ട് പങ്കാളിയുടെ ശരീരത്തിൽ നിന്ന് ലിംഗം പുറത്തെടുക്കുക. ലിംഗം മൃദുവാകുന്നതിനു മുൻപ് തന്നെ ഇത് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ കോണ്ടം അയഞ്ഞു പോവുകയും ശുക്ലം പുറത്തേക്ക് ഒഴുകുകയും ചെയ്തേക്കാം. അബദ്ധത്തിൽ പങ്കാളിയുടെ ശരീരത്തിൽ ശുക്ലം വീഴാതിരിക്കാൻ അവരിൽ നിന്ന് മാറിയിരുന്ന് വളരെ ശ്രദ്ധ